ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുറേ വേസ്റ്റ് തുണി ഇവിടെ എടുത്ത് വെച്ചിട്ടാണ് ചുരിദാറൊക്കെ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് വന്ന തുണി, പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെയൊക്കെ ബാലൻസ് വന്ന തുണികൾ. ഇത് വെച്ച് നമുക്ക് എങ്ങനെ ഒരു ടോപ്പ് അടിക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യം ഈ തുണികൾ, ഇത് 4 പീസാണ്, ഈ 4 പീസും കൂടെ ചേർത്ത് തയ്ച്ചെടുക്കാം. ഇതിങ്ങനെ ചേർത്ത് തയ്ച്ചെടുക്കാം. ഇപ്പം നമ്മളത് ചേർത്ത് തയ്ച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇത് ചേർത്ത് തയ്ച്ചപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്, ചേർത്ത് തയ്ച്ചെടുത്ത്. ഞാനിപ്പോൾ ഇവിടെ ടോപ്പിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് വെച്ചേക്കാണ് ഈ തുണി വെച്ച്. അത് കുറച്ച് തുണി ഉണ്ടായിരുന്നു, 28 ഇഞ്ച് ഇറക്കം കിട്ടിയായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാനിത് ടോപ്പിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് വെച്ചു. ചേർത്ത് തയ്ച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ തുണി, ഇനി നമുക്ക് ഇത് ഇവിടെ ഞാനാണെങ്കിൽ ഇത് വെട്ടി വെച്ച ആ തുണിക്കകത്ത് ആ ടോപ്പിൻ്റെ മുകൾ ഭാഗത്തിന് താഴെ വെച്ച് ഇത് ഫ്രില്ല് ചെയ്യണം, ഫ്രില്ലടിക്കണം. അതിന് വേണ്ടിയാണ് ഈ തുണി. അത് ഒരു വശത്ത് ഈ തുണിയും മറുവശത്ത് വേറെ ഈ തുണിയും വെച്ചാണ് ഞാൻ ഫ്രില്ലടിക്കുന്നത്. രണ്ടും കൂടെ ചേർത്ത് വെച്ച്. അപ്പോൾ ചേർത്ത് വെച്ച് ഫ്രില്ലടിച്ചപ്പോൾ അത് ഇങ്ങനെയാണ് കിട്ടിയത്. ഇപ്പം ഒരു വശം ഇതും അടുത്ത വശം ഇങ്ങനെയും. നമുക്കിത് വീട്ടിലൊക്കെ ഇടാൻ നല്ലതാണ്. എന്നിട്ടിനി ഇത് കൈ വയ്ക്കാൻ വേണ്ടി, കൈക്ക് ഞാൻ 2 പീസാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ പീസ് രണ്ടും കൂടെ ചേർത്ത് വെച്ച് തയ്ച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ നെക്കിനുള്ള തുണി വെട്ടി വെച്ചിരിക്കുകയാണ്, ഫ്രണ്ടും ബാക്കും. അതിനി നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും തയ്ച്ചെടുക്കണം. എന്നിട്ട് ഷോൾഡറും അടിച്ചിടണം. ഇപ്പം നമ്മൾ ഫ്രണ്ടും ബാക്കും തയ്ച്ചിട്ട് ഷോൾഡറും തയ്ച്ചു കഴിഞ്ഞു. ഇനിയും നമ്മൾ സ്ലീവ് ചേർത്തടിക്കണം. സ്ലീവ് ചേർത്ത് അടിച്ച് അതിന് ശേഷം സൈഡും യോജിപ്പിക്കണം. ഇപ്പം നമ്മൾ യോജിപ്പിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഈ ടോപ്പ് സെറ്റ് ചെയ്ത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്